ഗായ്സ്, എനിക്കൊരു പുതിയ മാമിനെ കിട്ടി ഗായ്സ്. വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, ഇന്ന് കല്യാണ ഡേ ആണ് ഗായ്സ്. എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അമ്മാമ്മ അഴകരങ്ങുമ്മാങ്ങ വന്നിരുന്നു ഗായ്സ്. അങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ണമ്മാമ്മനെ ബ്ലസ് ചെയ്യാൻ തുടങ്ങി ഗായ്സ്. 5 ദിവസം അങ്ങനെ ബ്ലസ് ചെയ്തു. എൻ്റെ അമ്മയും അഭിനയിച്ചു ഗായ്സ്. പിന്നെ മോളിയാപ്പിയും പിന്നെ അതേപോലെ തന്നെ അപ്പുമാമനും എല്ലാരും അങ്ങനെ അഭിനയിച്ചു തുടങ്ങി ഗായ്സ്. കുറച്ച് ഫോട്ടോസ് എടുത്ത് നമ്മൾ ഇറങ്ങി. നമ്മളെല്ലാരും ബസ് കയറി. ഞാനും എത്തിക്കൊണ്ട് ഞാൻ 5 ഡബ്ബറായിരുന്നേ, പക്ഷെ കളിക്കാനും എത്തിക്കൊണ്ട് ഒപ്പരം പോയി. ഇത് ഹൈദരാബാദിലുള്ള ഒരു മിനി ഗുരുവായൂർ അമ്പലമാണ് ഗായ്സ്. ഇവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത്. നമ്മള് ഫസ്റ്റ് അമ്പലത്തിൽ കയറിയപാട് കണ്ണനെ പ്രാർത്ഥിച്ചേ. അപ്പൊ നമ്മള് ഗുരുവായൂർ കയറിയപാട് പെണ്ണിനെ കണ്ടേ. മാമി സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഗായ്സ്. മാമിനെ കാണാൻ സൂപ്പറായിട്ടല്ലേ. ഞാനാണേ മാമിന്റെ സൈഡിൽ നിന്നത്. കേരള സ്റ്റൈലിൽ തന്നെ കൂട്ടി വരുവാണ് ഈ കല്യാണ പെണ്ണിനെ. ഫ്രണ്ടിൽ തന്നെ താലം പിടിച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗായ്സ്? ഇഷ്ടപ്പെട്ടോ? പിന്നെ ചടങ്ങെല്ലാം തുടങ്ങിയ പൂജാരി വന്നിട്ട് അവർക്ക് ചന്ദനെല്ലാം തൊടാൻ കൊടുത്തേ. അവർ ചന്ദനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് പാറ്റിച്ചു ഗായ്സ്. അങ്ങനെ താലി കെട്ടുന്ന സമയമായി ഗായ്സ്. അങ്ങനെ കണ്ണമ്മാമൻ താലി കെട്ടുവാണ്. നമ്മളെ പരിപാടി പോലെ സിമ്പിൾ ആയിട്ടായിരുന്നു നടത്തിയ ഗായ്സ്. മാമിന്റെ രീതിയിൽ കല്യാണം നടത്തിയ 3 മണിക്കൂർ കല്യാണം ഉണ്ടാവും ഗായ്സ്. അപ്പൊ താലിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക. ഇവിടെ കണ്ണന്റെ അമ്പലമായോണ്ട് 2 മാല ഇട്ട്. തുളസി മാലയിട്ട് പിന്നെ പൂവിന്റെ മാലയും ഇട്ടു ഗായ്സ്. മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുവാണ്. പിന്നെ ഫോട്ടോഗ്രാഫർ കുറെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്കൊരു ടൈം പോലും തന്നില്ല ഗായ്സ്. മാമീന്റെ അച്ഛൻ പിന്നെ കണ്ണമ്മാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ മാമിന്റെ വീട്ടിലത്തെ ആൾക്കാരെല്ലാം എൻ്റെ ബിഗ് ഫാനായിരുന്നു ഗായ്സ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു പണി. പിന്നെ മാമീന്റെ അച്ഛനൊരു കണ്ണമ്മാമനൊരു വളയിട്ടെടുക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ മാമീന്റെ ബ്രദർ ഒരു മാലയോ ഇട്ടോടുത്തു കണ്ണമ്മാമന്റെ ഗായ്സ്. പിന്നെ എല്ലാവരും ഇവർക്ക് 2 മധുരം കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഉള്ള പരിപാടിക്കാണ് ഗായ്സ്. ഇതാ നമ്മൾ ഉള്ളത്തി ഗായ്സ്. എല്ലാരും ചെക്കനെയും പെണ്ണിനെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഗായ്സ്. തന്നെ ഇവർ സ്റ്റാർട്ടർ കൊണ്ടുവന്നു ഗായ്സ്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. എല്ലാത്തിനും അങ്കിളും ചിന്നും മാമനും വിക്കി മാമനും എല്ലാരും ഉണ്ടായിരുന്നു ഗായ്സ്. പ്രമോദ് അങ്കിൾ സൂപ്പർ ആയിരുന്നു. പിന്നെ എല്ലാരും വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടറും കഴിച്ചിരിക്കുമായിരുന്നു ഗായ്സ്. ഇഷ്ടപ്പെട്ടത് ഗോമ്പി മഞ്ചൂരിയാണ്. അത് ഞാൻ ഇങ്ങനെ കുത്തി കഴിക്കും. ഇനി ഇവർ കല്യാണത്തിന്റെ അന്ന് ഫുൾ വെജിറ്റേറിയനായിരുന്നു. കുറേ സാധനം ഉണ്ടായിരുന്നു. നമ്മളെ സ്വന്തം സൂപ്പ് ഉണ്ടായിരുന്നു ഗായ്സ്. പായസം, ഗുലാം ജാം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഗായ്സ്. എല്ലാവർക്കും ഈ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഗായ്സ്. ഫസ്റ്റ് സൂപ്പാണ് എടുത്തത്. കുക്കുംബറും ക്യാരറ്റും അതെല്ലാം കഴിച്ച് ഗായ്സ് സൂപ്പറായിരുന്നു. മമ്മ ഭയങ്കര ടേസ്റ്റ് ചെയ്യലാണേ. അത് കഴിഞ്ഞ് ഞാനും റൈസ് എല്ലാം കഴിച്ചു ഗായ്സ്. അമ്മയും ഒരുമിച്ചിരുന്നിട്ടാണ് കഴിച്ചത്. ഇത് കഴിഞ്ഞ് എല്ലാവരും നേരെ ഐസ്ക്രീം ഷെൻസിന് ടൈനെ പോയേ. ഞാനും കുറച്ച് ഐസ്ക്രീം എല്ലാം എടുത്ത് കഴിച്ചു ഗായ്സ്. എനിക്ക് വേണ്ടി ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം ഗായ്സ്? അപ്പനും റോജാപ്പി മത്സരിച്ച് കഴിക്കുവാണേ ഗായ്സ്. ആരും അറിയാത്ത സ്ഥലത്തിരുന്ന് വഭിഷിച്ച് കഴിക്കുവാണേ ഗായ്സ്. മാമീൻ്റെ ഫ്രണ്ട്സ് ഒരു സർപ്രൈസ് കേക്കും കൊണ്ട് വന്നിട്ടുണ്ടേ. കേക്കെല്ലാം മുറിച്ച് ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് കുറച്ച് ഫോട്ടോസ് എല്ലാം കൊടുത്തത്. എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഡാൻസ് തുടങ്ങി. നമ്മളൊരു വൈബ് മൂടായി ഗായ്സ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ദിയാപ്പനും തകളുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവർ തകർത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഞാനും എത്തിക്കും കൂടെ വന്നേ. അങ്ങനെ ഞാനും എത്തിക്കും കൂടെ ഭയങ്കര ഡാൻസാണ്. കളിക്കാടി സ്റ്റാച്ചു ആരത്തിട്ട് ഞാനായിരുന്നു അവസാനം കളിപ്പിച്ചത്. അങ്ങനെ ഞാനും എത്തിക്കും കൂടെ പിന്നെ നല്ല പോലെ തന്നെ കളിപ്പിച്ച് ഞാൻ എത്തിക്കൂന. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു ഗായ്സ് ഡാൻസ് ചെയ്യാൻ. എല്ലാവരും കൂടി നല്ല ഡാൻസ് ആയിരുന്നു ഗായ്സ്.
ദിയാപ്പൻ വിറ്റുമാമൻ അങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അയൽക്കൂട്ടത്തിൽ അറിയാലോ എല്ലാവർക്കും നമ്മൾ പ്രണവിച്ചേച്ചീനെ നമ്മൾ കല്യാണം അടിച്ച് പൊളിക്കായിരുന്നു ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മളെ കല്യാണ വീഡിയോസ്? അഞ്ചു ആൻറ്റി പ്രണവിച്ചേച്ചു വയലറ്റായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. ഞാൻ എവിടെയോ എത്തിക്കൂൻ്റെ ഒപ്പം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഞാനും എത്തിക്കും വേറെ കളിക്കുന്നു, ഇവരെല്ലാം വേറെയും കളിക്കുന്നു. കല്യാണമെല്ലാം കഴിഞ്ഞ് അടുത്ത മാമിയും കണ്ണമ്മാമനും കൂടി മാമീൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഗായ്സ്. മാമീൻ്റെ വീട്ടില് മാമീൻ്റെതായിട്ടൊരു ചടങ്ങുണ്ട് ഗായ്സ്. അതൊക്കെ കണ്ടാലോ ഗായ്സ്. മാമയും കണ്ണമ്മാമനും ഫസ്റ്റ് എത്തിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് രണ്ടാൾക്ക് 2 ഷോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന 2 റെഡ് ഷോളും മാമീൻ്റെ വീട്ടിലത്തെ ഒരാളെ ഇങ്ങനെ 2 ഒരുമിച്ച് കെട്ടുന്നുണ്ട് ഗൈസ്. കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനം തൊട്ടുകൊടുക്കും. ഈ ഷോളിന് ഒരു ദിവസം അയക്കാണ്ടേ ഇരിക്കണം ഗൈസ്. മാമീൻ്റെ മാമനും മാമിയോ മാമീൻ്റെ കാല് കഴുകി കൊടുക്കുന്നുണ്ട്. മാമിൻ്റെയും മാമേൻ്റെയോ കാലിങ്ങനെ വെള്ളം കൊണ്ട് കഴുകിയിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ മൈലാഞ്ചി പോലത്തെ വരത്ത് കൊടുക്കുവാണ് കാലില്. മാമൻ്റെ കാലിലും വരയ്ക്കുന്നുണ്ട് ഗായ്സ്. ചോപ്പിതാണ് വരക്കുന്നത്. ഇതൊരു ഇവരുടെ രീതിയാണ് ഗായ്സ്. ഈ ചടങ്ങ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ഗായ്സ്? വീട്ടിലത്തെ മൊത്തം ഭാഗ്യം മാമി കൊണ്ടുപോവാണ്ട് അവിടെ വെക്കുന്ന ചടങ്ങാണിത്. മാമീൻ്റെ 2 കാലിലും വരച്ചിട്ട് 2 കാലിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഗായ്സ്. 4 മോതിരാണ് ഇടുന്ന മാമീൻ്റെ കാലില്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിക്കും ഗായ്സ്. ഇളയ ആൾക്കാരെ കാലും പിടിക്കും ഗായ്സ്. പിന്നെ കണ്ണമ്മാമ മാമിക്കൊരു കൈമണി മാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗായ്സ്. ഇത് കുഞ്ഞു വാവയാണ് മാമയ്ക്ക് സിന്ദൂരം തൊട്ടെടുക്കാൻ പോകുന്നത്. ഈ കുഞ്ഞും വാവ തൊട്ടെടുത്തതിന് കഴിഞ്ഞിട്ട് കണ്ണമ്മാമ മാമീൻ്റെ തലേൻ്റെ നടുക്ക് വരെ സിന്ദൂരം വെച്ചുകൊടുക്കുന്നുണ്ട് ഗായ്സ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാമീൻ്റെ അമ്മ മാമീൻ്റെ മൂക്കിൽ വലിയൊരു മൂക്കുത്തിയാണ് കുത്തിക്കൊടുത്ത ഗായ്സ്. എല്ലാം കഴിഞ്ഞ് ഒരു കെട്ടരിയും കൊണ്ട് മാമി വെങ്ങാൻ പോവുകയാണ്. അമ്മാമ്മനും മാമയും നമ്മളെ വീട്ടിലോട്ട് അനങ്ങണം വാങ്ങിച്ചിറങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ലീലമ്മ, മോളിയപ്പി, സീമാൻറ്റി, അശുമാമീൻ്റെ അപ്പുമാമൻ്റെ സീമാൻറ്റീൻ്റെ എല്ലാവരെയും വാങ്ങിച്ചു ഗായ്സ്. മാമീൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിക്കുന്നുണ്ട് ഗായ്സ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിക്കും ഗായ്സ്. മാമീൻ്റെ ഇച്ചിരി ബാഗ് എവിടെ വെക്കാൻ പോകുന്നൊരു ചടങ്ങ് കാണാൻ പോവുകയാണേ. ഫസ്റ്റ് മാമി പടി വെള്ളം കൊണ്ട് കഴുകിയിട്ട് മഞ്ഞൾ തേക്കും ഗായ്സ്. എന്നിട്ട് കുങ്കുമോ അരിപ്പൊടി ഇടുന്നുണ്ട് ഗായ്സ്. അത് കഴിഞ്ഞ് മാമി പടീൻ്റെ മുകളിൽ തൊട്ട് നെറ്റി വെച്ചിട്ട് പോവുകയാണേ. ഇനി മാമി ബാക്കിലോട്ട് നോക്കാണ്ട് വേണം നടക്കാൻ. പിന്നെ മാമി ഇച്ചിരി അരി എടുത്ത് ബാക്കിൽ നോക്കാണ്ട് അരി എറിയണം. അരി എങ്ങനെ എറിഞ്ഞെറിഞ്ഞ് വേണം മുമ്പോട്ട് നടക്കാൻ. എല്ലാം രാജസ്ഥാനത്തെ ചടങ്ങുകളാണ്. ഇവരുടെ കല്യാണം 3-4 മണിക്കൂർ ഉണ്ടാവും ഗായ്സ്. മാമി അങ്ങനെ അരിയെല്ലാം എറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. കല്യാണം സൂപ്പറായിരുന്നു. നമ്മൾ